അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളങ്ങനെ ഡീർ റീഹാബിലിറ്റേഷൻ സെൻറ്ററിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നേരെ അകത്ത് പോകുന്നത് ഇവിടെ ഒരു ഇതുണ്ട്. അവിടെ കൊണ്ടുപോയി നമ്മൾ ആ ഓഫീസിൽ നിന്ന് എടുത്ത ടിക്കറ്റ് കാണിക്കണം. അപ്പോൾ ടിക്കറ്റ് കാണിച്ചതിന് ശേഷം അകത്തേക്ക് കയറാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളങ്ങനെ ടിക്കറ്റൊക്കെ കാണിച്ച് നേരെ അകത്തേക്ക് കയറുകയാണ്. ഇവിടുന്ന് കയറിയിട്ട് റൈറ്റിലേക്കാണെന്നാണ് പറഞ്ഞത്. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ എൻട്രി ചെയ്യുന്നിടത്ത് തന്നെ ഇവിടെ ഉള്ള ഇതിൻ്റെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് കേഴയുണ്ട്, പുള്ളിമാനുണ്ട്, പിന്നെ മ്ലാവുണ്ട്. അപ്പോൾ ഈ വഴിക്കാണ് പോകുന്നത്. ഇതൊരു കാടിൻ്റെ അകത്ത് അവരൊരു നാച്ചുറൽ എന്താ പറയുന്ന ഒരു റിസോഴ്സിനകത്ത് അവർ വേലി കെട്ടി തിരിച്ച് ആൾക്കാർക്ക് കാണാൻ പറ്റുന്ന രീതിയിലൊരു എന്താ പറയുന്നത് പാത്ത് വേ ഒക്കെ വെച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇഷ്ടം പോലെ മ്ലാവ് നിൽപ്പുണ്ട്. ഞാൻ കാണിച്ചു തരാം നിങ്ങളെ. മ്ലാവ്, സാമ്പർ ഡിയർന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയും, മ്ലാവെന്ന് നമ്മൾ മലയാളത്തിൽ പറയും. അപ്പോൾ ഫ്രണ്ട്സ്, ഇവിടെ ഒരുപാട് മാനുകളുണ്ട് കേട്ടോ. ഒരുപാട് മ്ലാവുണ്ട്. മ്ലാവ് കാണുന്ന മൊത്തം മ്ലാവാണ് കേട്ടോ. മ്ലാവിൻ്റെ കുഞ്ഞുണ്ട്. ഇതാണ് പെൺമ്ലാവ്. ആണിനാണ് കൊമ്പുള്ളത്, പെണ്ണിന് കൊമ്പില്ല. പെണ്ണിന് ചെറിയ തേറ്റ മാത്രമേ ഉള്ളൂ. ഇത് കണ്ടോ. ഫ്രണ്ട്സ്, നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുന്നത് മ്ലാവിൻ കൂട്ടങ്ങളെയാണ്. മ്ലാവിൻ്റെ കൂട്ടങ്ങളാണ് ഈ കാണുന്നതൊക്കെ. നല്ല അടിപൊളി മ്ലാവിൻ കൂട്ടങ്ങളാണ്. ഇവരിങ്ങനെ താഴേക്ക് ഇറങ്ങി പോവുകയാണ്. ഇത് കറക്റ്റ് ഒരു കാട് തന്നെയാണ് കേട്ടോ. കാടിനകത്ത് നമുക്ക് ഇത് കാണാൻ വേണ്ടിയിട്ട് ഇവർ ഇവിടെ വെള്ളവും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കുടിക്കാനായിട്ടൊക്കെ മ്ലാവുകൾ ഇങ്ങോട്ട് വരുന്നതാണ്. ഈ കൊമ്പുള്ളതാണ് ആൺമ്ലാവ്. കൊമ്പില്ലാതെ ജസ്റ്റ് ഈ തേറ്റ മാത്രമുള്ളത് പെൺമ്ലാവുകളാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് മ്ലാവുകളെ കാണാം കേട്ടോ. ഒരുപാട് എണ്ണത്തിനെ കാണാം. നല്ല രസമുണ്ട്. നല്ല അടിപൊളി വർത്താണ് കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളൊരു 480 റുപ്പീസ് മുടക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ എന്താ പറയുന്നത് ഡീർ റീഹാബിലിറ്റേഷൻ സെൻറ്ററിൽ വരാൻ പറ്റും. അപ്പം നമുക്ക് കാണാൻ പറ്റി, ഇന്ന് ബട്ടർഫ്ലൈയെ കാണാൻ പറ്റി. ഇവിടെ വന്നപ്പോൾ ഇഷ്ടം പോലെ മ്ലാവുകളുണ്ട്. മ്ലാവിനെ കാണാൻ പറ്റി. ഇനി താഴേക്ക് പോകുമ്പോൾ സ്പോട്ടഡ് ഡിയേഴ്സൊക്കെ ഉണ്ടെന്നാണ് അവർ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് താഴേക്ക് പോയി നോക്കാം.
ഫ്രണ്ട്സ്, അപ്പോൾ ഇതിനകത്തായിട്ട് 1-2 പുള്ളിമാനുകളുണ്ട്. നമുക്ക് അതിനെ അടുത്ത് കാണാൻ പറ്റുന്നില്ല, ഇതിനകത്തായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് മ്ലാവിനെ കണ്ടതുപോലെ ഇതിനെ അങ്ങനെ അടുത്ത് കാണാനായിട്ട് പറ്റുന്നില്ല. അവിടെ അകത്ത് കിടക്കുന്നത് പുള്ളിമാനുകളാണ്. ഇവിടെ ഒരു പുള്ളിമാൻ അടുത്തായിട്ട് നിൽപ്പുണ്ട്. നമുക്ക് ഞാൻ അവനെ ഒന്ന് കാണിച്ചു. ആ പെൺപുള്ളിമാനാണെന്ന് തോന്നുന്നു, അതിന് മറ്റേ കൊമ്പില്ല, അതുകൊണ്ട് ഓടിപ്പോയി. കണ്ടോ, ഓടിപ്പോകുന്നുണ്ടോ? അപ്പോൾ ഇത് തന്നെയാണ് കുഴപ്പം, നമ്മളിതിനെ അധികം സൗണ്ട് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഓടിപ്പോവും. ഇവിടെ നമുക്ക് പിള്ളേരൊക്കെ ആയിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ പിള്ളേർക്ക് കളിക്കാനായിട്ടൊരു ഊഞ്ഞാലും കറക്കം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ആയിട്ടുണ്ട്. അപ്പം തീർച്ചയായിട്ടും ഇത് ഭയങ്കര വൃത്തിയാണ്. 480 എന്ന് പറയുന്നത് അത്ര വലിയൊരു റേറ്റൊന്നും അല്ല, അത് വൃത്തിയായിട്ടുള്ളൊരു റേറ്റ് തന്നെയാണ്. ഞാനത് അഡ്വഞ്ചർ സോണിലുള്ള ആക്ടിവിറ്റീസ് ഒന്നും ഇല്ലല്ലോ പറഞ്ഞപ്പോഴത്തേക്കിനും എൻ്റെ മനസ്സ് ചെറുതായിട്ടൊന്ന് മടിച്ചതാണ്. പിന്നെ ഞാൻ ഓർത്ത് ഇവിടം വരെ വന്നതല്ലേ, എന്നാൽ ഇതൊക്കെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന്. ഇത് കണ്ടോ, ഈ കാണുന്നത് മൊത്തവും ഇവിടെ പിള്ളേർ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ യൂസ് ചെയ്യാം. പിന്നെ ഇവിടുന്ന് ഇങ്ങനെ നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം, ഇതിനൊന്ന് ചുറ്റി വലം വെച്ച് നോക്കാം. എന്തായാലും ഭയങ്കര വൃത്തിയാണ് കേട്ടോ. ഇത് കണ്ടോ ഫ്രണ്ട്സ്, നമ്മുടെ നേരെ ഫ്രണ്ടിൽ ഒരാളിങ്ങോട്ട് തന്നെ നോക്കി നിൽപ്പുണ്ട്, ഒരു മാൻ. നമ്മളിന്ന് ജസ്റ്റ് ഒന്ന് അനങ്ങിയാൽ തന്നെ അവൻ ഓടിപ്പോവും. ഭയങ്കര സെൻസിറ്റീവായിട്ടുള്ള മൃഗമാണ് ഈ സ്പോട്ടഡ് ഡിയർ എന്ന് പറയുന്നത്. നമ്മളെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അവിടെ. ഞാൻ അനങ്ങാതെ ക്യാമറ പോലും അനക്കാതെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇവനെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിതിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ വളരെ വോയിസ് കുറച്ചാണ് സംസാരിക്കുന്നത്. നമ്മൾ നോർമലി പറയുന്ന രീതിയിൽ കുറച്ച് ഒച്ച എടുത്ത് പറഞ്ഞാൽ പോലും അവൻ ഓടിപ്പോവും. നിൽക്കുന്നുണ്ടോ? എന്ത് രസമാണെന്ന് നോക്കി. കുറച്ച് നേരം നമുക്കിവിടെ നിന്ന് നോക്കാം, അവൻ എങ്ങോട്ട് നടന്നു വരുമോ ഇല്ലയെന്നറിയില്ല. അപ്പോൾ ഫ്രണ്ട്സ്, കാണാൻ പറ്റുന്നുണ്ടോ? ഞാൻ ഇച്ചിരി ഒച്ച എടുത്തു കഴിഞ്ഞാൽ എല്ലാം ഇങ്ങോട്ട് ശ്രദ്ധിക്കും, ഒറ്റ ഓട്ടമായിരിക്കും. ഒരു കാരണവശാലും നമ്മൾ ഇവരെ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. നിങ്ങൾ ആരെങ്കിലും വന്ന് കാണുന്നുണ്ടെങ്കിൽ തന്നെ കണ്ടോ, അവൻ ഭയങ്കരമായിട്ട് എത്തി നോക്കുന്നുണ്ടോ എന്ന്. കണ്ടോ, എത്തി നോക്കുന്നുണ്ട് പുള്ളി. ഒരു ചെറിയ ഡിസ്റ്റർബൻസ് വന്നാൽ പോലും പുള്ളി പറന്നു പോകും. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയൊക്കെ തന്നെയാണ് തെന്മലയിൽ നിന്നുള്ള വിശേഷങ്ങൾ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എല്ലാം തന്നെ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുവാണെങ്കിൽ ഇനിയുള്ള വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. ഈ വീഡിയോസ് നമ്മൾ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ ഇടുക്കിക്ക് പോകുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളും അപ്ഡേറ്റ്സും എല്ലാം ഇനി മുറയ്ക്ക് വന്നുകൊണ്ടിരിക്കും. പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, നമ്മുടെ K2K ചെയ്യാൻ ഒരു പ്ലാനുണ്ട്, കന്യാകുമാരി ടു കാശ്മീർ. അപ്പം അതിൻ്റെ എസ്റ്റിമേറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ ബ്രോഡ് എടുക്കുക, നമ്മൾ വണ്ടി പണിയാനുള്ള ഡീറ്റെയിൽസിന് വേണ്ടിയിട്ടുള്ള എസ്റ്റിമേറ്റും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഉടൻ തന്നെ നമ്മുടെ K2K റൈഡ് സാധ്യമാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്.